നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിലെ പല ചർച്ചകളും വിഷയങ്ങളുമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട അത് അനന്തരാവകാശ നിയമങ്ങൾ. വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദമായി പറയാൻ അത് ഇത്തരമൊരു സദസ്സിൽ സാധിക്കാത്ത വളരെ വലിയ ഒരു വിഷയമാണ്. എങ്കിലും ഒരു ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്ന നിലക്ക് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോ തലമുറകളായി സമ്പത്തിൽ മനുഷ്യർക്ക് ആധിപത്യം നൽകിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്ത് ഇന്നലെ മറ്റാരോ ഉപയോഗിച്ചതായിരുന്നു. ഇന്ന് നമ്മൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന ഭൂമി, 1 ഏക്കർ ഭൂമി, 2 ഏക്കർ ഭൂമി, നമ്മുടെ കൃഷിയിടം, അത് ഇന്നലെ വരെ വേറെ ഒരാളുടേതായിരുന്നു. മെനയാന്ന് അവരും അല്ല, വേറൊരു വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു. ഇനി നാളെ ഇത് ആരുടെ അടുക്കലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റന്നാൾ എവിടേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇത് എൻ്റെ പറമ്പാണ്, എൻ്റെ ഭൂമിയാണ് എന്ന് നമ്മൾ പറയുന്ന ഇതൊന്നും നമ്മളാരും ആകാശത്തു നിന്ന് കൊണ്ടുവന്നതോ നമ്മളാരും ഉണ്ടാക്കിയതോ അല്ല. ഇത് നേരത്തെ നമ്മെ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ തരം മറിഞ്ഞ് സൈക്ലിങ്ങിലൂടെ അതിങ്ങനെ ചാക്രികമായി സഞ്ചരിച്ച് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കയ്യിലെത്തി. അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ കയ്യിലെത്തി. അവർ മരിച്ചപ്പോൾ നമ്മുടെ കയ്യിലെത്തി. ഇനി നമ്മൾ എപ്പോഴാണ് മരിക്കുക, നമ്മൾ മരിച്ചാൽ ഇത് ആരുടെ കയ്യിലാണെത്തുക, ഒരു പിടുത്തവുമില്ല. അതാണ് ഈ സമ്പത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം. മാത്രമല്ല, ഇങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് നമ്മുടെ ശരീരം അറിയാതെ, നമ്മുടെ വിയർപ്പ് പൊടിയാതെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ കച്ചവടം ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്നത്, നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മുടെ ഒരു അധ്വാനം ഉണ്ട്. നമ്മൾ വിയർപ്പൊഴുക്കിയിട്ട്, നമ്മൾ ഉറക്കമൊഴിച്ചിട്ട്, നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടിയതാണ്. എന്നാൽ പിതാവ് മരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലവും അതിലില്ല. അത് വാപ്പ മരിച്ചപ്പോൾ യാതൊരുവിധ എന്താ പറയുക റിവാർഡോ അല്ലെങ്കിൽ അതിന് തിരിച്ച് എന്തെങ്കിലും മറുവശത്തൊന്നുമില്ല. അത് പിതാവിൻ്റെ ശ്വാസം നിലക്കലോടുകൂടി അല്ലെങ്കിൽ മാതാവ് അന്ത്യശ്വാസം വലിച്ചത് എപ്പോഴാണോ ആ നിമിഷം മുതൽ എൻ്റെ അക്കൗണ്ടിലാണത്. അത് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറി. ഞാനത് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബാങ്കിൽ പോവേ അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിടേ ഒന്നും ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി അള്ളാഹുവിൻ്റെ നിയമപ്രകാരം അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. അതിനൊരു നിയമമേ ഉള്ളൂ. പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, സന്താനങ്ങളുടെ ശ്വാസം നിലക്കുക. ഒരു മനുഷ്യൻ്റെ പിടിയിലുള്ള അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റേതല്ലാതായി മാറുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലക്കലോടുകൂടെയാണ്. എപ്പോഴാണ് അവസാനത്തെ ശ്വാസം വലിച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നോ അതെല്ലാം ക്യാൻസലായി. അത് വേറെ ആളുകൾ കൊണ്ടുപോയി. മരണം, ബോധം കെട്ടാൽ പോരാ. മൂപ്പര് ബോധമില്ലാതെ 2 മാസം കിടക്കുന്നുണ്ട്, അതുകൊണ്ട് മാറൂല. ശ്വാസം നിലച്ചു കഴിഞ്ഞു, അദ്ദേഹം മരിച്ചു എന്ന് വിധി എഴുതപ്പെട്ടു. വേണ്ടപ്പെട്ട ആളുകൾ, വൈദ്യശാസ്ത്രജ്ഞന്മാർ അയാൾ മരിച്ചിട്ടുണ്ട് എന്ന് വിധി എഴുതി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ സമ്പത്തും പോയി. അല്ലെങ്കിൽ ഒരാളെ കാണാനില്ല, അയാൾ നാട് വിട്ടുപോയിട്ട് കുറേ കാലമായി. അയാൾക്ക് ഇവിടെ നാട്ടിൽ 8-10 ഏക്കർ ഭൂമിയുണ്ട്, പക്ഷെ നാട് വിട്ടുപോയിട്ട് കുറേ കാലമായി. അയാൾ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, രോഗിയാണോ എന്നറിയില്ല, മരിച്ചോ എന്നറിയില്ല. ഇങ്ങനെ വരുന്ന ഒരു കാലാവസ്ഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു തീരുമാനം നാട്ടിലെ ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി എടുക്കും. മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്യും. സംഗതി മരിച്ചിട്ടുണ്ടാവില്ല, കാരണം അയാൾ നാട് വിട്ടുപോയിട്ട് കാലത്തറായി. അയാളഞ്ഞ് എത്ര കാത്തിരിക്കാം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളും ചരിത്രങ്ങളും ഒക്കെ പരിശോധിച്ചിട്ട് ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്.
ആ നിയമങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക ഭരണാധികാരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജ്, നീതിമാൻ, ഖാളി എന്ന് അറബിയിൽ പറയും, ഖാളി തീരുമാനിക്കും ഇയാൾ മരിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഖാളിയുടെ ഒപ്പ് വീണ് കഴിഞ്ഞാൽ അയാളെ സമ്പത്ത് മുഴുവനും പിന്നെ അയാളെ മക്കൾക്കോ ഭാര്യമാർക്കോ പിന്നെ പിതാവുണ്ടെങ്കിൽ പിതാവിനോ മാതാവിനോ ഒക്കെ പോകും. ഇതാണ് ഇത് കൈമാറുന്ന രീതി. പഴയ കാലത്ത് തന്നെ, ജാഹിലിയ കാലത്തു തന്നെ, ഇസ്ലാം പൂർവ്വ കാലത്തു തന്നെ സമ്പത്ത് ഈ രീതിയിൽ കൈമാറുന്ന രീതികളുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിക നിയമം പോലെയുള്ള അടുക്കും ചിട്ടയും ഒന്നും ഇല്ലെങ്കിലും അന്നേ ഇതുണ്ട്. അന്നേ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലക്ക് തോന്നുന്നവർക്കൊക്കെ കൊടുക്കും, തോന്നുന്നവർക്കൊക്കെ കൊടുക്കാതിരിക്കും എന്നൊരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വതഅകുലൂന തുറാസ അക്ലൽ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. നിങ്ങൾ അനന്തരാവകാശികൾ ഇട്ടേച്ചു പോയ സമ്പത്തുക്കൾ, മാതാപിതാക്കളുടെ സമ്പത്തുക്കൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ സമ്പത്തുക്കൾ, സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സമ്പത്തുക്കൾ നിങ്ങൾ അന്യായമായി തിന്നുന്നുണ്ട്, അവകാശികൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. നിങ്ങൾക്ക് സമ്പത്തിനോട് വലിയ പ്രിയമാണ്, നിങ്ങൾക്ക് ആർത്തിയാണ്, അലച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിമർശിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ ജാഹിലിയ കാലത്തു തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അനന്തരമെടുക്കുന്ന രീതിയുണ്ട്. പല പണ്ഡിതന്മാരും പറയുന്നത് ജാഹിലിയ കാലത്ത് അനന്തര സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒക്കെ ആൺകുട്ടികൾ കൊണ്ടുപോകും. ഒരാൾ മരിച്ചാൽ അയാളെ സ്വത്ത് മുഴുവനും ആൺകുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്ക് ഒന്നുമില്ല. എന്നാൽ വേറെ ചില ആളുകൾ പെൺകുട്ടികൾക്കും കൊടുക്കുന്നവരുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ആൺമക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ജാഹിലിയ സംവിധാനം ഉണ്ടായപ്പോൾ, പെൺകുട്ടികൾക്കൊന്നുമില്ല എന്ന് വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ, സ്വന്തം പ്രസവിച്ച മാതാവിനും പിതാവിനുമില്ല എന്ന് വരുമ്പോൾ അവിടെ പരിശുദ്ധ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഒറ്റയടിക്കല്ല. കള്ളുകുടി എന്ന് പറയും പോലെ, കള്ളുകുടി കുടിക്കരുതെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ കുടിക്കാതിരിക്കാൻ കഴിയില്ല എന്നതുപോലെ സമ്പത്തിൻ്റെ കാര്യം, സമ്പത്ത് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ കയ്യിൽ, കാരണം എല്ലാവരും കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന സാധനം. അപ്പം നിയമം വരുമ്പോൾ സാമ്പത്തിക വിഷയത്തിലൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പം ആദ്യം പരിശുദ്ധ ഖുർആൻ നിയമമിറക്കി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പാരായണം ചെയ്തു സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ സൂക്തം. കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യത്തു ലിൽവാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. മക്കൾക്ക് ആൺകുട്ടികൾക്ക് മാത്രം കൊടുത്താൽ പോരാ. അവിടെ അനന്തരാവകാശ നിയമം പറയുന്നതിൻ്റെ മുമ്പ്, ആ നിയമത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഒരു ഇടക്കാല പദ്ധതി, ഇടക്കാല പദ്ധതി എന്നറിയില്ലേ, ഗവൺമെൻറ് ഒരു നിയമം ഇറക്കുന്നതിന് മുന്നേ ഒരു ഇടക്കാലത്ത് ഒരു സംവിധാനം, അടുത്ത നിയമത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സുകളൊക്കെ പാകപ്പെടുത്തണം. അപ്പം അള്ളാഹ് ഉപയോഗിച്ചു കൂത്തിബ. കൂത്തിബ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വെയിറ്റുള്ള വാക്കാണ്. പരിശുദ്ധ ഖുർആനിൽ കൂത്തിബ ഉപയോഗിച്ചത് 3 സ്ഥലത്താണ്. ഒന്ന് നോമ്പ്, മറ്റൊന്ന് യുദ്ധം, വേറെ ഒന്ന് വസിയ്യത്ത്. കുത്തിബ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പള്ളിയിൽ വയലു പറയുമ്പോൾ നിർബന്ധമാക്കപ്പെട്ടു എന്ന് അർത്ഥം വെക്കുക. എന്നാൽ നേർക്ക് നേരെ അതിൻ്റെ പരിഭാഷ മലയാളത്തിൽ പോലും നിർബന്ധമാക്കുന്നല്ല, പിന്നെ അടിച്ചേൽപ്പിക്കുക എന്നാണ്. നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നോമ്പ് അങ്ങനെയാണല്ലോ, കൊടും ചൂടത്ത് നോൽമ്പ് വലിക്കണമെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ ആരും നോൽക്കൂല. അപ്പം നിങ്ങളെ ഞാൻ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നോറ്റ തീരൂ എന്നതുപോലെ കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും. നിങ്ങളെ മേലിൽ ജിഹാദ് നിർബന്ധമാണ്. ജിഹാദിന് ആരെങ്കിലും പോവോ? ഉടലും വന്ന് തല വേറിട്ട് പോകുന്ന കേസല്ലേ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു കുത്തിബ അലൈക്കുമുൽ ഖിതാലു, എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ എന്ന് പറഞ്ഞു വഹുവ കുർഹുൽ ലക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അസാ അൻ തക്റഹു ഷൈ വഹുവ ഖൈറുൽ ലക്കും. അപ്പോൾ കുത്തിബ എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കുക എന്ന അർത്ഥം വരുന്ന പദം നോമ്പിൻ്റെ അവിടെയും പ്രയോഗിച്ചു, ജിഹാദിൻ്റെ അവിടെയും പ്രയോഗിച്ചു. മൂന്നാമത്തെ ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ കുത്തിബ പ്രയോഗിച്ചത് വസിയ്യത്തിൻ്റെ അവിടെയാണ്. കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ
നിങ്ങൾ മരിച്ചു പോകുമ്പോൾ, മരണാസന്നനായ സമയത്ത്, നിങ്ങൾ മരിച്ചു പിരിയുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല സമ്പാദ്യവും ഇവിടെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയോ ബിൽഡിങ്ങുകളോ ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മേലിൽ അല്ലാഹു നിർബന്ധമാക്കുന്നു. എന്ത്? അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. നിങ്ങളെ മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യണം. കാരണം ജാഹിലിയ കാലത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കൂല. ബാപ്പ ഏതായാലും മരിച്ചാനായില്ലേ, ബാപ്പ എക്സ്പേർഡായി, ചാർജ് തീർന്ന് വലിച്ചെറിയാനായി. ബാപ്പ നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ മൂപ്പർക്ക് എന്തിനാ പൈസ? എൻ്റെ മക്കൾക്കാണ് പണം വേണ്ടത്. അതുകൊണ്ട് ബാപ്പക്കും ഉമ്മക്കും ഒന്നും കൊടുക്കാതെ മക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ മുഖത്ത് നോക്കി അല്ലാഹു പറഞ്ഞു, അൽ വസിയ്യത്തു ലിൽ വാലിദൈൻ. നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കണം. അപ്പോഴും പറഞ്ഞു ബിൽ മാറൂഫ്, നല്ലവർക്ക് കൊടുത്താൽ മതി, എല്ലാം കൂടി കൊടുക്കണ്ട. കാരണം നിങ്ങൾ പറഞ്ഞ മാതിരി ഓൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. 60 വയസ്സ് 70 വയസ്സായി. അപ്പം ബിൽ മാറൂഫി, ആ മാറൂഫിനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ഹദീസിൽ വിശദീകരിച്ചു. വസ്സുലുസു കസീർ, 1/3 കൊടുത്താൽ മതി. പാപ്പയെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി കൊടുക്കണ്ട. 1/3 താഴെ, 1/3 കുറയണമെന്നാ. 1/1 വരെ കൊടുക്കാം, എന്നാൽ 1 കുറയലാണ് നല്ലത് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞു. അത് കൊടുക്കണം. വൽ അഖ്റബീൻ, ബാപ്പക്കും ഉമ്മക്കും പിന്നെ നിങ്ങളെ കുടുംബക്കാർക്കും കൊടുക്കണം. മക്കള് 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 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളെ കുടുംബത്തിൽ കുറേ ആളുകളുണ്ട്, ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ. പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഒന്നും കൂടി മടക്കി പറയുന്നു. വസിയത്തിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നന്നായി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റെക്കോർഡുകളുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അല്ലാഹു പറഞ്ഞു ബിൽ മാറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ, അത് ഭക്തന്മാരുടെ മേലിൽ കടമയാക്കപ്പെട്ടതാണ്. തുടക്കത്തിൽ കുത്തിബ എന്ന് പറഞ്ഞു, അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം പറഞ്ഞു ഹഖ്ഖൻ അലൽ മുത്തഖീൻ, അള്ളാനെ പേടിയുള്ളവരുടെ മേലിലുള്ള ബാധ്യതയാണത്. അപ്പോൾ അത് ചെയ്യാത്തവൻ അള്ളാനെ പേടിയില്ല എന്നതിൻ്റെ അർത്ഥം. മരിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വത്തിൽ നിന്ന് അവകാശം എടുക്കാത്ത കുറേ ആളുകളുണ്ട്. കുടുംബക്കാരാണ്, എന്നെ ഒരുപാട് സഹായിച്ചവരാണ്, ഞാനുമായി പല നിലക്ക് ബന്ധപ്പെട്ടവരാണ്. പക്ഷേ ഓർക്ക് അനന്തരാവകാശമില്ല എന്ന് കരുതിയിട്ട് ഒന്നും കൊടുക്കാതെ പോകാൻ പാടില്ല. അങ്ങനെ അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം. അതുകൊണ്ട് ഹഖ്ഖൻ അലൽ മുത്തഖീൻ, പടച്ചോനെ പേടിയുള്ളവരത് ചെയ്തിരിക്കും എന്ന് വരെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്നിട്ടും വസിയത്തിൻ്റെ വിഷയത്തിൽ നിന്ന് നമ്മളൊക്കെ അബോധാവസ്ഥയിലാണ്. അതറിയില്ല. എന്ത് വല്ല ദാനധർമ്മമൊക്കെ കൊടുക്കുന്നവർ കൊടുക്കും. പക്ഷെ വസിയത്ത് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. അത് പ്രയോഗത്തിലില്ല, ജനങ്ങൾ പണിയെടുക്കുന്നില്ല. കാരണം എൻ്റെ പൈസ എങ്ങനെ ഓന് കൊടുക്കുക? എൻ്റെ മക്കൾക്ക് മാത്രമല്ല, അല്ല, ഇതൊക്കെ ഇസ്ലാമിലെ നിയമങ്ങളാണ്. എന്നാൽ ഈ നിയമം ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ആ നിയമത്തിൻ്റെ ശേഷമാണ് അനന്തരാവകാശ നിയമം വരുന്നത് എന്ന് വിചാരിച്ചിട്ട് നേരത്തെ നിയമം എല്ലാ നിലക്കും ക്യാൻസലായി എന്നല്ല അതിൻ്റെ അർത്ഥം. മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല, അതൊക്കെ നേരത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അനന്തരാവകാശ നിയമം വന്നപ്പോൾ അല്ലാഹു തആല വാപ്പയ്ക്ക് ഇത്ര കൊടുക്കണമെന്നും ഉമ്മയ്ക്ക് ഇത്ര കൊടുക്കണമെന്നും കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് ഇനി വാപ്പക്കും ഉമ്മാക്കും വസിയത്ത് ചെയ്യേണ്ടതില്ല എന്ന് മാത്രമേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് വൽ അഖ്റബീൻ, കുടുംബക്കാരെ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. കുടുംബക്കാരുടെ വസിയത്ത് നിയമം ക്യാൻസലായിട്ടില്ല. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ഏത്? നമ്മുടെ സ്വത്തിൽ നിന്ന് അനന്തരമെടുക്കാത്ത കുടുംബക്കാർ, നമ്മുടെ സ്വത്തിൽ നിന്ന് അനന്തരമെടുക്കാത്ത രക്തബന്ധുക്കൾ, വിവാഹ കല്യാണ ബന്ധത്തിലെ ബന്ധുക്കൾ, അവർക്കൊക്കെയുള്ള വസിയത്തിൻ്റെ നിയമം നേരത്തെ ഉള്ളതുപോലെ ഇപ്പോഴും ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ സ്വത്തുനിന്ന് അനന്തരമെടുക്കാത്ത ആളുകൾ ഓൻ എടുക്കുന്നില്ല, ഓൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊക്കെ ആളാണ്, അപ്പോൾ അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം. അതേസമയത്ത് വാപ്പക്കും ഉമ്മക്കും വസിയത്ത് ചെയ്യാൻ പാടില്ല. കാരണം നിയമം മാറി. കാരണം എന്തുകൊണ്ട്? വാപ്പക്കും ഉമ്മക്കും അതിനേക്കാളും വലിയത് അല്ലാഹു കൊടുത്തു പുതിയ നിയമത്തിലൂടെ. അപ്പം നേരത്തെ തന്നെ മാതാപിതാക്കൾക്ക് കൊടുക്കാതെ സന്താനങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ ഘട്ടം ഘട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചുകൊണ്ട് അനന്തരാവകാശ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്നു. സൂറത്തുൻ നിസാ, പരിശുദ്ധ ഖുർആനിലെ 4ാമത്തെ വലിയ സൂക്തം, വലിയ അധ്യായം നിങ്ങൾക്ക് കാണാം. അൻ നിസാ എന്നാണ് അതിൻ്റെ പേര്. സ്ത്രീകൾ, നിസാ എന്നാണ് സ്ത്രീകൾ. സ്ത്രീകളുടെ പേരിൽ തന്നെ ഒരു അധ്യായം ഖുർആനിലുണ്ട്. ആണുങ്ങൾക്കൊരു അധ്യായമല്ല. ആണുങ്ങളെ പറ്റി ഖുർആനിൽ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ആണുങ്ങൾക്ക് വേണ്ടി ഒരു ചാപ്റ്റർ ഖുർആനിലില്ല.
എന്ന പെണ്ണുങ്ങളുടെ പേരിൽ തന്നെ, അതും 4-ാമത്തെ അധ്യായം, വലിയ അധ്യായം, 176ഓളം സൂക്തങ്ങളുള്ള വലിയ അധ്യായം പെണ്ണുങ്ങളെ പേരിൽ. എന്നിട്ട് പെണ്ണുങ്ങൾക്ക് സമാധാനമില്ല, നമ്മളെ പരിഗണിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം പരിശുദ്ധ മദീനയിൽ അവതരിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, വഖദ് നസലത്ത് അലൈഹിൽ ബഖറത്തു വന്നിസാഉ വഅന ഇൻദഹു. ഞാൻ റസൂലുള്ളാഹിന്റെ ഭാര്യയായി വന്നതിൻ്റെ ശേഷമാണ്, മദീനയിൽ വെച്ചുകൊണ്ടാണ് അൽ ബഖറയും അന്നിസാവും ഇറങ്ങിയിട്ടുള്ളത് എന്നല്ല. സൂറത്തുൻ നിസായിലെ 176-ാമത്തെ സൂക്തം, ഏറ്റവും അവസാനത്തെ സൂക്തം, യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല എന്ന് പറയുന്ന ആ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ആ ആയത്തിനെ കുറിച്ച് പല സഹാബികളും പറയുന്നത് അത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. സഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന പറഞ്ഞിട്ട് വേറൊരു ആയത്തുണ്ട് സൂറത്തുൽ ബഖറയിൽ, ആ ആയത്താണ് അവസാനത്തെ ആയത്ത് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വേറെ ചില സഹാബികൾ പറയുന്നത് ഏറ്റവും അവസാനത്തെ ആയത്ത് തന്നെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് തന്നെ സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്താണ്. അതോടുകൂടി ഖുർആൻ അവതരണം അവസാനിച്ചു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സഹാബികളുണ്ട്. അപ്പോ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട സൂക്തമാണ് ഏറ്റവും അവസാനം അവതരിച്ച ഖുർആൻ എന്ന് സഹാബികൾ വരെ പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിലും ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ സൂറത്തുൻ നിസാ സാമ്പത്തിക ശാസ്ത്രം പറയുന്ന കിതാബാണ്, പറയുന്ന അധ്യായമാണ്. അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ ശേഷം, അതിൻ്റെ തുടക്കം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ എല്ലാ ഖുതുബയിലും ഓതുന്ന ആയത്ത് അതിൻ്റെ തുടക്കത്തിലുണ്ട്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാആ. അത് കഴിഞ്ഞിട്ട് എന്താ? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. വളരെ കടുപ്പമുള്ള ആയത്താണിത്. അള്ളാഹ് പറഞ്ഞെന്താ? അള്ളാഹിനെ പേടിക്കണം എന്നാ പറയുന്നത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, അള്ളാഹുവിനെ പേടിക്കണം. പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വൽ അർഹാം, കുടുംബത്തെയും പേടിക്കണം. ഇങ്ങനെ ഉണ്ട് ഒരു പറച്ചിൽ. അള്ളാഹിനെ പേടിക്കണം എന്ന് പറഞ്ഞ തൊട്ട ഉടനെ പറയാണ് വൽ അർഹാം, കുടുംബത്തെയും പേടിക്കണം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ പേടിക്കാരൻ അള്ളാഹിനെ പേടിക്കാന്ന് പറയും പോലെ കുടുംബക്കാർക്ക് വേണ്ടി നിസ്കരിക്കാന്നല്ല, അല്ലെങ്കിൽ കുടുംബക്കാരെ ആരാധിക്കുക എന്നല്ല, മറിച്ച് കുടുംബക്കാരുമായുള്ള ബന്ധം ഒലയാൻ പാടില്ല, കുടുംബക്കാരുമായുള്ള അടുപ്പം കുറയാൻ പാടില്ല, കുടുംബക്കാരെ സ്നേഹിക്കണം, അവരുടെ ഇടയിൽ സഹവർത്തിത്വം ഉണ്ടാക്കണം, അവരുമായി നല്ല ബന്ധത്തിൽ പെരുമാറണം. നിങ്ങൾ അള്ളാഹുവിനോട് എപ്രകാരം നല്ല ബന്ധത്തിൽ പെരുമാറുന്നുവോ അതുപോലെ കുടുംബക്കാരോട് നല്ല ബന്ധത്തിൽ പെരുമാറണം എന്നാണ് സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഇത് നമ്മൾ ഖുത്ബയിൽ ഓതുന്നത് വെറുതെ ഖുത്ബയിൽ ഓതുന്നല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഖുത്ബ പറയുമ്പോഴും ഈ ആയത്ത് തുടക്കത്തിൽ പറയും. ഏത് ഖുത്ബ റസൂൽ പറയുമ്പോഴും ഈ ആയത്ത് തുടക്കത്തിൽ പറയും. വേറെയും ആയത്തുകൾ പറയും, അത് ചിലതൊക്കെ നമ്മൾ ഖുത്ബയിൽ ഓതാറുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തം കൊണ്ടാണ് സൂറത്തുൻ നിസാഇന്റെ തുടക്കം തന്നെ. പിന്നെ അതിൻ്റെ ശേഷം 2, 3, 4 ആയത്തുകളൊക്കെയും സാമ്പത്തിക വിഷയങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ 7-ാമത്തെ സൂക്തത്തിൽ ഇങ്ങോട്ട് വന്നാൽ, 7-ാമത്തെ സൂക്തത്തിലേക്ക് ഇങ്ങോട്ട് വന്നാൽ കാണാം ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന വലിന്നിസാഇ നസീബ്. ആണുങ്ങൾക്ക് ഓഹരിയുണ്ട്, ആണുങ്ങൾക്ക് ഓഹരിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് വലിന്നിസാഇ നസീബ്, പെണ്ണുങ്ങൾക്കും ഓഹരിയുണ്ട്. പെണ്ണുങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു വലിന്നിസാഇ നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബൻ മഫ്റൂള. നിർബന്ധമായും നൽകപ്പെടേണ്ട ഓഹരി, നിർബന്ധമായി നൽകപ്പെടേണ്ട ഓഹരി. അതിൻ്റെ ശേഷം പിന്നെയും 2, 3 ആയത്തുകൾ കഴിഞ്ഞു. എൻ്റെ പ്രധാന മർമ്മവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പിന്നീട് വന്ന ഒരു സൂക്തമുണ്ട്, കുറച്ച് നീളമുള്ള ഒരു സൂക്തം. ആ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. യൂസിക്കുമുല്ലാഹു, വസിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഗൗരവത്തിൽ. നമ്മളൊരു ആരോട് പറയില്ലേ, ഞാൻ എനിക്കൊരു വസിയത്തുണ്ട് പറയട്ടെ, അത് വലിയ ഗൗരവത്തിലുണ്ടാകുമ്പോഴാണ് പറയാം. ഞാൻ മരിച്ചാലും അത് നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുനടക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അതിൽ അലംഭാവം കാണിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വസിയത്ത് എന്ന് പറയാം. എന്നതുപോലെ അള്ളാഹ് പറയാണ്, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളെ മക്കളെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുന്നു. കാരണം നിങ്ങളെ മക്കളോട് നിങ്ങൾക്കില്ലാത്തതിനേക്കാളും കാരുണ്യം എനിക്കുണ്ട്. നിങ്ങളെ മക്കളെ കാര്യം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേണ്ടതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ മക്കളെക്കാളും, നിങ്ങളെ മക്കളോട് നിങ്ങൾക്കുള്ളതിനേക്കാളും കാരുണ്യവും കരുതലും എനിക്കായതുകൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യണം. കാരണം നമ്മളാരെങ്കിലും വാപ്പാരോട് വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ കുട്ടീനെ നോക്കണം വസിയത്ത് ചെയ്യോ? എൻ്റെ നാട്ടുകാരനായ ഒരാളെ വിളിച്ചിട്ട് എൻ്റെ മക്കളൊക്കെ നല്ല നോക്കണം ഞാൻ വസിയത്ത് ചെയ്യില്ല. കാരണം എന്താ, എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓൻ്റെ കുട്ടികളെ നോക്കും. കാരണം ഓൻ്റെ കുട്ടികൾ കഴിഞ്ഞിട്ടല്ലേ ഓന് വേറുള്ളവരുള്ളൂ. അപ്പം ഞാൻ ഓനോട് എൻ്റെ മക്കളെ നോക്കണമെന്ന് പറയുന്നത് തന്നെ വിവരക്കേടാണ്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അടിമകളെ വിളിച്ച് പറയാം, നിങ്ങളെ മക്കളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളെ മക്കളുടെ വിഷയത്തിൽ. അതിൽ ആൺകുട്ടികളും പെട്ടു പെൺകുട്ടികളും പെട്ടു. ഔലാദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ, വലത് എന്ന് അറബിയിൽ പറഞ്ഞാൽ ആണിനും പെണ്ണിനും പറയും. അതേസമയത്ത് ആൺകുട്ടി മാത്രമാണെങ്കിൽ ഇബിൻ എന്നാ പറയാം, ഇബിൻ. പെൺകുട്ടി മാത്രമാണെങ്കിൽ ബിൻത്ത് എന്നാ പറയാ. എന്നാൽ വലത് എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കുന്ന പദ. ആണിന് വേർതിരിവില്ല, പെണ്ണുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ഇവിടെ ചില വിമർശകന്മാർ പറയലുണ്ട്, ഇസ്ലാമിൽ ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്, ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. ആണിൻ്റെ പകുതി പെണ്ണിനുണ്ട്, അതൊരു പൊതു നിയമം എന്ന നിലക്കുണ്ട്. എന്നാൽ എല്ലാ സ്ഥലത്തും ആണിൻ്റെ പകുതിയല്ല പെണ്ണിനുള്ളത്. ആണിൻ്റെ അതേ അളവിൽ പെണ്ണുങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ബാപ്പയും ഉമ്മയും അനന്തരെടുക്കുമ്പോൾ സന്താനങ്ങളുള്ള മയ്യത്തിന് വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ വാപ്പക്കും ഉമ്മക്കും ഒരേ അളവാണ്, 6/1. ഒരാൾ മരിച്ചു, അയാൾക്ക് കുട്ടികളുണ്ട്, അയാൾക്ക് വാപ്പയുമുണ്ട് ഉമ്മയുമുണ്ട്. എന്ന വാപ്പക്ക് എത്ര? 6/1. ഉമ്മക്ക് എത്ര? ഉമ്മക്ക് 6/1. എവിടെ ഇരട്ടിയും പകുതിയും? അപ്പം ആണിൻ്റെ പകുതിയാണ് പെണ്ണുങ്ങൾക്ക് എന്ന് എല്ലായ്പ്പോഴും ഉള്ള നിയമം അല്ല. അത് പറഞ്ഞ് പരിഹസിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ പെണ്ണിൻ്റെ ഇരട്ടി ആണുങ്ങൾക്കുണ്ട്. അവിടെ ഖുർആൻ പറഞ്ഞ ശൈലി നിങ്ങൾ നോക്കി. യുക്തിവാദികൾ പരിഹസിക്കുന്നത് പോലെയല്ല. യുക്തിവാദികൾ എന്താ പറയാ? യുക്തിവാദികൾ പറയാ ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആണിൻ്റെ പകുതി പെണ്ണിന് എന്ന പ്രയോഗം ഖുർആൻ നടത്തിയിട്ടില്ല. പിന്നെ ഖുർആൻ നടത്തിയിട്ടുള്ളത് നേരെ തിരിച്ചാണ്. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, പെണ്ണുങ്ങൾക്കുള്ളതിൻ്റെ നേരെ ഇരട്ടിയാണിന്. വ്യത്യാസമുണ്ട് പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. സംഗതി ഫലത്തിൽ ഒന്നാണ്. ചായയും കടിയും ചായ എന്ന രണ്ട് സംഭവം തന്നെ. പക്ഷെ പറയുന്നിടത്തുകൊണ്ടൊരു ചന്തം. എൻ്റെ പിതാവ് എന്ന് പറയുന്നതും എൻ്റെ തന്ത എന്ന് പറയുന്നതും സംഗതി രണ്ടിൻ്റെ മാന ഒന്നാ. പക്ഷെ കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടൂല. എന്നതുപോലെ അല്ലാഹു ഖുർആനിൽ വളരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ടതിൻ്റെ നേരെ ഇരട്ടിയാണ് കുട്ടികൾക്ക് കൊടുക്കണം. അപ്പം അതിന് എന്ത് മനസ്സിലായി? പെൺകുട്ടികളാണ് ബേസ് എന്ന് മനസ്സിലായി. നമ്മൾ ചോദിക്കൂലേ, സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ എത്ര ശമ്പളം എന്ന് ചോദിക്കും. അറിയില്ല, അറിയാത്തതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ശമ്പളം എത്ര നോക്കുമ്പോൾ ഉത്തരം പറയുന്നത് അത് LP സ്കൂളിലെ അധ്യാപകന് കിട്ടുന്നതിന് നേരെ ഇരട്ടിയാണ്. അപ്പം LP സ്കൂളിലെ അധ്യാപകന് കിട്ടുന്ന സാലറി ഫിക്സഡ് ആണ്. അതെല്ലാവർക്കും അറിയാം. LP സ്കൂളിലെ അധ്യാപകൻ 50,000 ഉറുപ്പ്യ ഉണ്ട്, അതവിടെ ഫിക്സഡാണ്, അത് നാശമായി പോവില്ല. അതിൻ്റെ നേരെ ഇരട്ടി മറ്റവന് കൊടുക്കണം. അപ്പം ആരുടെ അവകാശമാണ് ആദ്യം ഉറപ്പിച്ചത്? പെണ്ണിൻ്റെ അവകാശം ഉറപ്പിച്ചു വെച്ചു. എന്നിട്ട് പറയാണ് ഇതിൻ്റെ നേരെ ഇരട്ടി നിങ്ങൾ ആൺകുട്ടിയെ കൊടുത്താളി. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. വളരെ സൈക്കോളജിക്കലായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അതിനെ കൈകാര്യം ചെയ്തത്. എന്നാൽ അതിനെ നേരെ തല തിരിച്ചിട്ടുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ പരിഹസിക്കാൻ വേണ്ടി ബുദ്ധിയില്ലാത്ത യുക്തിവാദികൾ ആരോപണങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക സ്നതൈനി ഫലഹുന്ന ഫഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫു. ഇനി പെൺകുട്ടികൾ നോക്കി, അനന്തരാവകാശ നിയമം തുടങ്ങിയപ്പോൾ തന്നെ പെൺകുട്ടികളെ കൊണ്ടാണ് പറയുന്നത്. ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. അത് കഴിഞ്ഞിട്ട് ഫഇൻ കാനത് വാഹിദതൻ, ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഫൈൻ കാനത്ത് വാഹിദത്തൻ, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫലഹൻ നിസ്ഫു, അവൾക്ക് സ്വത്തിൻ്റെ പകുതി കൊടുക്കണം. ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾക്കൊരു പെൺകുട്ടി മാത്രമാണുള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ നേരെ പകുതി ഈ പെൺകുട്ടിക്ക് കൊടുക്കണം. ഫൈൻ കാനത്ത് വാഹിദത്തൻ ഫലഹൻ നിസ്ഫു.
അവൾക്ക് പകുതി കൊടുക്കണം. ഫൈൻ കാനത സ്നതൈനി ഫലഹുമസ്സുലുസാനി മിമ്മാ തറക്. ഇനി 2 പെൺകുട്ടികളാണെങ്കിലോ, 2 പെൺകുട്ടികളാണെങ്കിൽ 3/2 കൊടുക്കണം. 2 പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അത് പറഞ്ഞു കേട്ടോ, കൂടെ വേറെ അവകാശികളൊക്കെ ഉണ്ടാകുമ്പോൾ നിയമങ്ങളൊക്കെ കുറച്ച് മാറും. ഫൈൻ കാനത സ്നതൈനി ഫലഹുമസ്സുലുസാനി മിമ്മാ തറക്. 2 പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് സ്വത്തിന്റെ 3/2 കൊടുക്കണം. 2 പെൺകുട്ടിയായാലും 3 പെൺകുട്ടികളായാലും 4 പെൺകുട്ടികളും, ഇപ്പം 4 പെൺകുട്ടികളുണ്ട്, അവർക്ക് മൊത്തമായിട്ടുള്ള ഓഹരിയാണ് 3/2 ഭാഗം. ഞാൻ ഈ ഓഹരി കണക്കൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം സമയം കിട്ടൂല, മാത്രമല്ല നിങ്ങളെ തലയിൽ കയറൂല. 3/2 എന്ന് പറഞ്ഞാൽ ഇതൊരു വിഭാഗത്തിൻ്റെതാണ്. ആ വിഭാഗത്തിൽ ചിലപ്പോൾ 5 ആളുണ്ടാവും. 5 പെൺകുട്ടികൾക്കും എല്ലാവർക്കും കൂടി 3/2 അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ആ 3/2 അവർ 5ആയി വിഹിതം ചെയ്യണം. അപ്പോ 2 പെൺകുട്ടികളും അതിലപ്പുറവും ഉണ്ടെങ്കിൽ 3/2 കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസു. ഒരു മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും വലിയ അബവൈഹി, അവരുടെ മാതാപിതാക്കൾക്കുണ്ട്, മയ്യത്തിന്റെ മാതാപിതാക്കൾ, ലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസു, ഓരോരുത്തർക്കും 6/1 ഉണ്ട്. ബാപ്പക്കും 6/1, ഉമ്മക്കും 6/1. എപ്പോഴാണുള്ളത്? ഇല്ലം യകുല്ലഹും വലദ്, ഇല്ലം യകുല്ലഹു വലദ്, മരിച്ച മയ്യത്തിന് കുട്ടികളൊന്നും ഇല്ലെങ്കിൽ, ഫഇൻ കാന ലഹു വലദുൻ ഫലി ഉമ്മിഹി സുലുസ്. ഇനി മയ്യത്തിന് മക്കളുണ്ടെങ്കിലോ, മക്കളില്ലെങ്കിലോ, മയ്യത്തിന് മക്കളില്ലെങ്കിൽ ഉമ്മാക്ക് 3/1 കൊടുക്കണം. മയ്യത്തിന് മക്കളില്ല, പിന്നെ ആരാ ഉള്ളത്? ഉമ്മയും ബാപ്പയും മാത്രമാ ഉള്ളത് എങ്കിൽ ഫലി ഉമ്മിഹി സുലുസ്, ഉമ്മാക്ക് 3/1 കൊടുക്കണം. ബാപ്പാക്ക് എത്ര കൊടുക്കണം? അവിടെ പറഞ്ഞിട്ട് തന്നെ ഇല്ല. ബാപ്പാക്ക് കൊടുക്കണം എന്നുള്ള അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അവിടുന്ന് കിട്ടും. അണ്ടാ നിങ്ങൾ പെണ്ണുങ്ങളോടുള്ള പരിഗണന. ഫലി ഉമ്മിഹി സുലുസ് എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് 3/2. കാരണം ഉമ്മാക്ക് 3/1 ആകുമ്പോൾ വാപ്പാക്ക് 3/2 ഇരട്ടി, ഇരട്ടി കൊടുക്കണം എന്ന രീതിയിൽ. പക്ഷേ ഖുർആൻ അത് അവിടെ ഉദ്ധരിച്ചില്ല. ഉമ്മാനെ പറയുന്നത്, അല്ലെങ്കിൽ വാപ്പാക്ക് 3/2 കൊടുക്കണം, അതിന്റെ പകുതി ഉമ്മാക്ക് കൊടുക്കണം എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഫലി ഉമ്മിഹി സുലുസ്. എന്നിട്ട് പറയാണ് ഫഇൻ കാന ലഹു വലദുൻ ഫഇൻ കാന ലഹു ഇഖ്വതുൻ ഫലി ഉമ്മിഹി സുദുസു. അവിടെയും പറയുന്നു മയ്യത്തിന് സഹോദരന്മാരുണ്ടെങ്കിൽ, മരിച്ചുപോയ മയ്യത്തിന് ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫലി ഉമ്മിഹി സുദുസ്, അവിടെ ഉമ്മാക്ക് സുദുസാണ് എന്നാണ് അവിടെയും ഉമ്മനെ പറയുന്നത്. ഉമ്മാക്ക് 6/1 കൊടുക്കണം. ബാപ്പൻ അവിടെ പറഞ്ഞിട്ടില്ല. ബാപ്പക്ക് ഓഹരി ഉണ്ട്, പക്ഷെ പറഞ്ഞത് ഉമ്മയാണ്. എന്നിട്ട് പറയാണ് മിംബാദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഈ അനന്തരവിഹിതമൊക്കെ കൊടുക്കേണ്ടത് ഈ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് വല്ല വസിയ്യത്തുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മയ്യത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് സാമ്പത്തികമായ വല്ല കടബാധ്യതകളും ഉണ്ടെങ്കിൽ അത് രണ്ടും പരിഹാരമാക്കിയതിൻ്റെ ശേഷം മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അനന്തര സ്വത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഇങ്ങനെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിൽ ഇത് പറഞ്ഞു, 10ാമത്തെ ആയത്തിൽ, 11ാമത്തെ ആയത്തിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ള ആയത്തിലും അനന്തരാവകാശ നിയമമാണ്. 12ാമത്തെ ആയത്ത് അനന്തരാവകാശ നിയമമാണ്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൽ ലഹുന്ന വലദ് ഫഇൻ കാന ലഹുന്ന വലദുൻ ഫലകുമു റുബഉ മിമ്മാ തറക്ന മിൻ ബഅദി വസിയ്യത്തിൻ യൂസീന ബിഹാ ഔ ദൈൻ വലഹുന്ന റുബഉ മിമ്മാ തറക്തും ഇല്ലം യകുൽ ലക്കും വലദുൻ ഫഇൻ കാന ലക്കും വലദുൻ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ. 2 വട്ടം വസിയത്തിന് പറഞ്ഞു. ഇപ്പോഴും ആയത്ത് പൂർത്തിയായിട്ടില്ല, ആയത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. അപ്പോഴേക്ക് 2 വട്ടം വസിയത്ത് അവിടെ വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഈ പറഞ്ഞത് എന്താണ്? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ഓഹരിയെക്കുറിച്ചാണ് പറഞ്ഞത്. മയ്യത്തിന് സന്താനങ്ങളില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളത്? ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ മരിച്ചു, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യ ജീവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഓഹരി? അല്ലാഹു ഖുർആനിൽ പറയും. ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നതിനാന്ന് വെച്ചാൽ, അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രധാന വശങ്ങളെല്ലാം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
നമ്മളെ നിസ്കാരത്തിൻ്റെ മാതിരിയല്ല, നമ്മളെ ഹജ്ജിൻ്റെ പോലെയല്ല നിസ്കാരത്തിൻ്റെ ഒരു 10% ഖുറാനിലുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പരിശുദ്ധ ഹദീസിലാണ്, റസൂലുള്ള പറഞ്ഞതാണ്. വേറെ ചില സംഗതികൾ ഹദീസിലും വ്യക്തമായിട്ടുണ്ടാവുകയില്ല. ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും ഉത്തരവാദപ്പെട്ട മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടെടുക്കുന്നതാണ്. എന്നാൽ അനന്തരാവകാശ നിയമം അങ്ങനല്ല. അത് നിങ്ങളെ കൈക്ക് വിട്ടെന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പറയാൻ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു വിട്ടാൽ ശരിയാവില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ പോലും ആ വിഷയം എല്ലാം പറയാൻ അള്ള ഏൽപ്പിച്ചിട്ടില്ല. അള്ള നേരിട്ട് പറയാണ്. അരയെക്കുറിച്ച് പറഞ്ഞു, 2/3 കുറിച്ച് അള്ള പറഞ്ഞു, 1/3 കുറിച്ച് പറഞ്ഞു, 1/6 കുറിച്ച് പറഞ്ഞു, 8/1 കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയുള്ള ഓഹരികൾ മുഴുവനും അള്ളാഹു തആല നേരിട്ട് പറയാണ്. സുലുസാനി, സുലുസ്, സുദുസ്, നിസ്ഫ്, സുമുന് ഒക്കെ അള്ള പറഞ്ഞു. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യയാണ് ജീവിച്ചിരിപ്പുള്ളത്, അവരിൽ മക്കളില്ല, ഭാര്യ മാത്രം ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ ഭാര്യയ്ക്ക് 1/4 കൊടുക്കണം. എന്നാൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളുണ്ട്, ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ ഭാര്യയ്ക്ക് 8/1 കൊടുക്കണം, ഖുർആൻ പറയാണ്. എന്നാൽ ഭാര്യ മരിച്ചു, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, മക്കളില്ല എങ്കിൽ ആ ഭർത്താവിന് പകുതി കൊടുക്കണം. എന്നാൽ മക്കളുണ്ടെങ്കിൽ ആ ഭർത്താവിന് 4/1 കൊടുക്കണം. ഇതൊക്കെ ഖുർആനിൽ പറയാം. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ അവ ഇംറഅതുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ സുദുസ്. അല്ലേ? ഒരാൾ മരിച്ചു, വാപ്പയുമില്ല മക്കളുമില്ല, വാപ്പയും മക്കളുമില്ലാത്ത ഒരു മയ്യത്ത്. ഒരാൾ മരിച്ചപ്പോൾ വാപ്പയുമില്ല മക്കളുമില്ല. ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന പേര്, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പേര് കലാല എന്നാണ്. കലാലയുടെ അർത്ഥം എന്താണെന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ പല അഭിപ്രായ വ്യത്യാസമാണ്. ഞാൻ അതിലേക്കൊന്നും വരില്ല. വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ അവ ഇംറഅതുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ സുദുസ്. കലാലത്ത് എന്ന നിലയ്ക്ക് വാപ്പയും മക്കളൊന്നുമില്ല, പിന്നെ ആരാളുള്ളത്? പിന്നെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ അവരിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഈ സഹോദരിമാർ ആരാണ് എന്നൊക്കെ വേറെ വിശദീകരണങ്ങളോട് ഞാൻ അതിലേക്ക് വരില്ല. വാപ്പയും ഉമ്മയും മൊത്ത സഹോദരിയാണോ, വാപ്പ മാത്രം മൊത്ത സഹോദരിയാണോ, ഉമ്മ മാത്രം മൊത്ത സഹോദരിയാണോ എന്നൊക്കെ ചർച്ചകളുണ്ട്. വിശദാംശങ്ങളിലേക്ക് വരുന്നത് അഭികാമ്യമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 1/6 അവർക്ക് കൊടുക്കണം എന്ന് ഫഇൻ കാന ലഹു അക്സർ മിൻ ദാലിക ഫഹും ശുറകാഹു ഫിസ്സുലുസ്. ഇനി 1-ലധികം ഉണ്ടെങ്കിൽ അവർ 3/1 എന്ന വിഹിതത്തിൽ പങ്കാളികളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ള പറയാണ് മിംബാദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുളാർ. ഗൈറ മുളാർ എന്ന പ്രയോഗം അതിൻ്റെ മുന്നേ 3 സ്ഥലത്ത് വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും ഗൈറ മുളാർ എന്ന് പറഞ്ഞിട്ടില്ല. മിംബാദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ, വസിയ്യത്ത് കഴിഞ്ഞിട്ട്, കടം കഴിഞ്ഞിട്ട് അനന്തരാവകാശം വിഹിതം ചെയ്യണം എന്ന് 3 സ്ഥലത്ത് നേരത്തെ പറഞ്ഞു. 4-ാമത്തെ സ്ഥലത്ത് 11-ാമത്തെ സൂക്തത്തിന്റെ അവസാനത്തിൽ അള്ള പറഞ്ഞു ഗൈറ മുളാർ. എന്താ ഗൈറ മുളാർ എന്ന് പറഞ്ഞാൽ എടങ്ങാറാക്കാത്ത രീതിയിലുള്ള കടം, എടങ്ങാറാക്കാത്ത രീതിയിലുള്ള വസിയ്യത്ത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം ഈ മയ്യത്തിന് വാപ്പയുമില്ല കുട്ടികളുമില്ല. വാപ്പയും കുട്ടികളും ഒരാൾക്കില്ലാതിരിക്കുമ്പോൾ, വാപ്പയും മരിച്ചുപോയി, ഉമ്മയും മരിച്ചുപോയി, മക്കളാരും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉള്ള മക്കളൊക്കെ മരിച്ചുപോയി. അങ്ങനെ വരുമ്പോൾ ഒരാൾ ചിന്തിക്കും, എൻ്റെ സ്വത്ത് ഇപ്പം ഞാനാ കൊണ്ടുപോവുക? എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് പ്രയാസമില്ല, എൻ്റെ മക്കൾ കൊണ്ടായാലും എനിക്ക് പ്രയാസമില്ല, എനിക്കിവിടെ വാപ്പയുമില്ല മക്കളുമില്ല. അപ്പം എൻ്റെ സ്വത്താരാ കൊണ്ടുപോവുക? എൻ്റെ ഏട്ടൻ കൊണ്ടുപോകും, എൻ്റെ അനുജൻ കൊണ്ടുപോകും, എൻ്റെ പെങ്ങന്മാരും കൊണ്ടുപോകും, അവർ കൊണ്ടുപോകും. അത് എനിക്കത്ര പിടിക്കൂല. അപ്പോൾ തന്ത്രപരമായിട്ട് എന്ത് ചെയ്യും? വസിയത്ത് ചെയ്തുകൊണ്ട് ഇതൊക്കെ വേറെയുള്ളവർക്ക് കൊടുക്കും. അവിടെയാണ് അത് വരിക. അതുകൊണ്ട് വാപ്പയും മക്കളുമില്ല എന്ന് കരുതിയിട്ട് യഥാർത്ഥ അനന്തരാവകാശികൾക്ക് വല്ലതും കിട്ടുന്നതിൽ അക്രമം പ്രവർത്തിച്ചുകൊണ്ട് വസിയത്ത് എന്ന പേരിൽ നിങ്ങൾ ഓവറാക്കാൻ പാടില്ല. കടം എന്ന പേരിൽ ഓവറാക്കരുത്. കടം ഉണ്ടാക്കും ചില ആൾക്കാർ, ഇല്ലാത്ത കടം ഉണ്ടാക്കും.
കാരണം ഏതായാലും എനിക്ക് സ്വത്തുണ്ട്, ബാപ്പി മക്കളും ഏതായാലും ഇല്ല. എന്നാൽ പിന്നെ ഈ സ്വത്ത് ഈ ജേട്ടന്മാർക്കും അഞ്ചന്മാർക്കും ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കിട്ടുന്നത് കുറയാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും കടം ഉണ്ടാക്കുക. അങ്ങനെ കടമുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഇല്ലാത്ത കടങ്ങൾക്ക് വേണ്ടി അനന്തര സ്വത്തിൽ തിരിമറി നടത്താൻ പാടില്ല. അവിടെയാണ് അള്ളാഹ് പറഞ്ഞത് ഗൈറ മുളാർ. മനുഷ്യന്റെ മാനസിക അവസ്ഥ, മനുഷ്യന്റെ അക്രമവാസനയെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഉടയ തമ്പുരാനാണ് നിയമം അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്നതാണ് ഇതൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്നതാണ്. പരിശുദ്ധ ഖുർആനെ ചാടിക്കടന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റിക്കുന്നവരുണ്ട്. അള്ളാഹിനെ പറ്റിക്കാന്നാണ് നിയമത്തിന്റെ പഴുത് നോക്കിയിട്ട് ഒരാൾക്ക് ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളത്. ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ. ആകെ സ്വത്തിൻ്റെ പകുതി പെൺകുട്ടി കിട്ടും. പിന്നെ അദ്ദേഹത്തിന് അനന്തരാവകാശികളില്ല, അനന്തര നിയമപ്രകാരമുള്ള അവകാശികളില്ല. ഒരു പെൺകുട്ടിയുള്ളത്, ആകെ മുഴുവൻ സ്വത്തും കൂടി പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, അനന്തര നിയമം അനുസരിച്ച് കിട്ടില്ല. അപ്പം ഈ പകുതി സ്വത്ത് എന്താകും? ഈ പകുതി സ്വത്ത് വേറെ വകുപ്പിലേക്ക് നീങ്ങാനുള്ള വകുപ്പ് ഇസ്ലാമിലുണ്ട്. ഒന്നുകിൽ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാൽ, മുസ്ലിമീങ്ങളുടെ സർക്കാർ ഫണ്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഉലുൽ അർഹാം എന്ന് പറയുന്ന രീതിയുണ്ട്, അകന്ന കുടുംബക്കാർ അവരിലേക്കൊക്കെ പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്ത് ചെയ്യും? എൻ്റെ ആകപ്പാടുള്ള പൊന്നായ കുട്ടിയാണ്, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഓൾക്ക് കിട്ടുള്ളൂ, മറ്റേ പകുതി ആരെങ്കിലും അടിച്ചു മാറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ മുഴുവൻ സ്വത്തും ഓളെ പേരിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ആരെ പറ്റിക്കാൻ? അള്ളാഹിനെ പറ്റിക്കാൻ. എഴുതി കൊടുത്താൽ ഓളെ പേരിലാകും, അത് വേറെ കാര്യം. കാരണം എൻ്റെ സ്വത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് സൗജന്യമായിട്ട് തീർത്തും കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അവകാശം എന്ന് പറഞ്ഞാൽ കൊടുത്താൽ ഓൻ്റെതാവും, പക്ഷെ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. സന്തുലിതമായി കൊടുക്കണം. 2 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തുല്യമായി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അതിൻ്റെ പരിണിതി പല നിലക്കുണ്ട്. അള്ളാഹിനെ പറ്റിച്ചതല്ലേ, അള്ളാഹു അതികഠിനമായി നിങ്ങളെ പറ്റിക്കും. കാരണം ഈ കുട്ടി ഏതെങ്കിലും ക്രിസ്ത്യാനിൻ്റെ കൂടെ ചാടിപ്പോകും നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഈ ഉണ്ടായ സംഭവങ്ങളുണ്ട് എത്രയോ സ്ഥലത്ത്. ഈ കുട്ടി ആധാരം രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആധാരം വാങ്ങി വന്നതിന് ശേഷം പിതാവിനെ കോട്ടേഴ്സിൽ കൊണ്ടുപോയാക്കിയ ചരിത്രങ്ങളുണ്ട്, ലോഡ്ജിൽ കൊണ്ടുപോയാക്കിയതുണ്ട്, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കിയതുണ്ട്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ പോലെ നിന്നാൽ മതി. നിങ്ങളെ പെൺകുട്ടിക്ക് എന്ത് കിട്ടണം എന്നുള്ളത് നിങ്ങളെക്കാളും ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അത് കൊടുത്തിട്ടുണ്ട്. പകുതി ഭാഗം, ബാക്കി പകുതി ആർക്ക് കൊടുക്കണം എന്നുള്ളത് നിയമമുണ്ട്. അത് നിങ്ങളെ തൊട്ടടുത്ത കുടുംബക്കാരൻ തന്നെ ആയിക്കൊള്ളുന്നൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ മനുഷ്യനെങ്ങാനും വല്ല രോഗവും വന്നു, ഈ മനുഷ്യൻ വലിയ സ്വത്തും മുതലാളിയാണ്, പകുതി പെൺകുട്ടിക്ക് അള്ള കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടിക്ക് വല്ല ചെലവുണ്ടോ? ഒരു ചെലവുമില്ല, ഞാനത് പറയാം. അങ്ങനെയുള്ള ഈ പെൺകുട്ടിക്ക് പകുതി, ബാക്കി പകുതി ഈ നാട്ടിലെ ഏതെങ്കിലും വകുപ്പിലേക്ക് നീങ്ങും. സഹോദര, ഈ മനുഷ്യനെങ്ങാനും വലിയ മാരകമായ രോഗം വന്നാൽ ആ മനുഷ്യനെ ചികിത്സിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ പെൺകുട്ടിക്ക് മാത്രം മെഡിക്കൽ കോളേജിൽ പോയി ഉറക്കമൊഴിച്ചു നിൽക്കാൻ കഴിയുമോ? ഇനി ഇയാൾ മരിച്ചു എന്ന് വെക്കുക, ഇയാൾ മരിച്ചാൽ ഇയാളുടെ മകളായ ഈ പെൺകുട്ടി ഒറ്റക്കാണ് ആ വീട്ടിലുള്ളത്. ഒരു പെൺകുട്ടി ഒറ്റക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വരും. അവൾക്ക് പല ആവശ്യങ്ങളുണ്ട്. എൻ്റെ ഒരു മോള് മാത്രമേ ഉള്ളൂ, ഞാൻ മരിച്ചു പോയി, എൻ്റെ മോൾ ആരാ നോക്കുക? ആ മോൾക്ക് സംരക്ഷണം വേണം, ആ മോൾക്ക് പരിഗണന വേണം, ആ മോൾക്ക് മാനുഷികമായ പല ആവശ്യങ്ങളും ഉണ്ടാകും. ഈ ആവശ്യങ്ങളൊക്കെ ആരാ നിറവേറ്റി കൊടുക്കുക? അകന്ന കുടുംബക്കാരല്ലാതെ, നാട്ടിലെ മുസ്ലിം നേതൃത്വമല്ലാതെ. അതുകൊണ്ട് നാട്ടിലെ മുസ്ലിം നേതൃത്വത്തെ പരിഗണിക്കണം, ഇസ്ലാമിക ഭരണകൂടത്തെ പരിഗണിക്കണം, അകന്ന കുടുംബക്കാരെ പരിഗണിക്കണം. നിങ്ങളൊരു പെൺകുട്ടിനെ മാത്രം പരിഗണിച്ചാൽ പോരാ. പെൺകുട്ടിക്ക് അള്ളാഹു പകുതി കൊടുത്തു എന്ന് പറയുന്നത് തന്നെ അവളോട് കാണിച്ചിട്ടുള്ള ആദരവാണ്. കാരണം ഇതിൻ്റെ ആവശ്യം പെണ്ണുങ്ങൾക്കില്ലല്ലോ. ഇപ്പം മകളാവട്ടെ, ഉമ്മയാവട്ടെ, ഭാര്യയാവട്ടെ, പെങ്ങളാവട്ടെ, ഇവർക്കൊന്നും ചെലവില്ല. ഒന്നുകിൽ ബാപ്പ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ആൺമക്കൾ, ഇവരാണ് ചെലവ് മുഴുവൻ നടത്തുന്നത്. ഇപ്പം ഞാൻ എൻ്റെ രണ്ടാൾക്കാരെ വിളിച്ചിട്ട് ഞാൻ പറയാം, നിങ്ങൾ കോഴിക്കോട്ട് അങ്ങാടിയിൽ വരെ പോയി വരണം. 2 ആളെ കയ്യിൽ ഞാൻ 50,000 റുപ്യ കൊടുത്തു. ഒരാളോട് പറഞ്ഞു, 2 ആളെ കയ്യിൽ 50,000 കൊടുത്തു. ഒരാളോട് പറഞ്ഞു, ഇജ്ജി അവിടെ നിന്ന് ഇങ്ങനെ കുറേ സംഗതികൾ ചെയ്യണം, ആ സാധനം വാങ്ങണം, ഈ സാധനം വാങ്ങണം, അവിടെ നിന്ന് അങ്ങോട്ട് പോകണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അതിനുള്ള എല്ലാ ചെലവും ഞാൻ എനിക്ക് തരുന്നുണ്ട് 50,000. ഇതേപോലെ മറ്റവനും കൊടുത്താണ് 50,000. ഓനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് വാങ്ങണം, ഇത് വാങ്ങണം, വണ്ടിക്ക് കൂലി കൊടുക്കണം, ഒന്നും പറഞ്ഞില്ല. 2 ആൾക്കും 50,000 കൊടുത്തത്. ഒരാളുടെ കയ്യിലുള്ള 50,000 അതുപോലെ പോക്കറ്റിൽ കിടക്കുന്നു. മറ്റേ ആൾക്ക് 1 ലക്ഷം കൊടുത്തു. മറ്റേ ആൾക്ക് 1 ലക്ഷം കൊടുത്തു. 1 ലക്ഷം കൊടുത്തവനോട് ഞാൻ എല്ലാ പണിയും പറഞ്ഞേൽപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ ആ 1 ലക്ഷം അവൻ്റെ കയ്യിലില്ല എന്ന് മാത്രമല്ല, ഓൻ അതിൻ്റെ എക്സ്ട്രാ കടം വന്നിട്ടുണ്ട്.
എന്നാൽ മറ്റോൾക്ക് 50,000 കിട്ടിയത് അതേമാതിരി പോക്കറ്റില്ല. ഇത്ര സുന്ദരമായ ഒരു നിയമത്തെയാണ് വക്രീകരിച്ചു പറഞ്ഞുകൊണ്ട്, സ്ത്രീകളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഭൗതിക പ്രതിലോമ ശക്തികൾ കുതന്ത്രങ്ങൾ മെനയുന്നത്, അതിൽ പെട്ടുപോകുന്നവരുണ്ട്. സഹോദരന്മാരെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ നിയമങ്ങളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അനന്തരാവകാശം എത്രയും പെട്ടെന്ന് നമ്മൾ നിർവഹിക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറേ അനന്തരക്കാരുണ്ടാകും. എപ്പോഴതൊക്കെ ചെയ്യാം? ചില ആൾക്കാർ അത് 2 കൊല്ലം കഴിയട്ടെ, അല്ലെങ്കിൽ അത് ഉമ്മ മരിച്ചിട്ടില്ല, ഉമ്മ മരിച്ചിട്ട് ചെയ്യാം, ഈ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകുന്നവരുണ്ട്. ബലാത്കാരമായി നീട്ടിക്കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നു, അനന്തരാവകാശികളെല്ലാവരും പ്രായപൂർത്തിയും വിവേകവും പക്വതയും ഒക്കെ വന്ന മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കുമുള്ള വിഹിതം എത്രയും വേഗത്തിൽ വിട്ടുകൊടുക്കുക. അതിന് പിന്നെ 40 കഴിയാനോ ആണ്ട് കഴിയാനോ ഒന്നും നിൽക്കേണ്ടതില്ല. ഇനി എല്ലാവരും കൂടി തീരുമാനിക്കാം, നമുക്ക് ഇപ്പോൾ ചെയ്യണ്ട, 1 കൊല്ലം കഴിയട്ടെ, അല്ലെങ്കിൽ ഉമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് എല്ലാവരും എഗ്രി ആയിക്കൊണ്ട് പൂർണ്ണ പൊരുത്തത്തോടുകൂടി അങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എങ്കിലും അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. ഇനി അങ്ങനെ എല്ലാവരും അങ്ങനെ പോവുക എന്ന് വെക്കുക എങ്കിൽ ആ സ്വത്തിൽ വരുന്ന സക്കാത്തിൻ്റെ ബാധ്യതകളുണ്ടാകും. ആ സക്കാത്തിൻ്റെ ബാധ്യതയൊക്കെ ഓരോ അവകാശിയുമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഭൂമിയുടെ സക്കാത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, നിങ്ങളെ ഭൂമിയുടെ സക്കാത്ത് ഞാൻ കൊടുക്കാൻ പറ്റൂല, കൊടുത്താൽ വീടില്ല. അപ്പോൾ ഈ അനന്തര അവകാശികളിൽ ഓരോരുത്തരും എൻ്റെ വിഹിതം പകുതിയാണ്, എന്നാൽ മൊത്തം സ്വത്തിൻ്റെ സക്കാത്തിൻ്റെ പകുതി ഞാൻ കൊടുക്കണം. അങ്ങനെ സക്കാത്തിൻ്റെ കണക്കും കുലുമാലുകളും ഒക്കെ അതിൽ വരും. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അനന്തര സ്വത്ത് പാർട്ടീഷൻ ചെയ്ത് അതിൻ്റെ മൂല്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഭൂമിയൊക്കെ തക്സീം ചെയ്യുമ്പോൾ, പാർട്ടീഷൻ ചെയ്യുമ്പോൾ നല്ല വില കിട്ടുന്ന ഭാഗവും വില കിട്ടാത്ത ഭാഗമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് വളരെ നീതിപൂർവമായ രീതിയിൽ മാത്രമേ നമ്മളിത് നിർവഹിക്കാവൂ. അല്ലാതെ പോയാൽ ഇതൊക്കെ ഹറാമാണ്. ഹറാം, മക്കൾ ഹറാം, അതിൻ്റെ ശേഷമുള്ള ഹറാം. ഈ ഹറാം തിന്ന് വളരുന്ന സമുദായത്തിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു? സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിലുണ്ടായ സന്തതികളുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിക്കുന്നവരുണ്ട്. ആ ഗർഭം അലസിപ്പിക്കാൻ പാടില്ല. പലരും ഗർഭം അലസിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ കൊന്നുകളയുന്നുണ്ട്. അത് പാടില്ല. ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വയറ്റിലുള്ള കുട്ടി നിരപരാധിയാണ്. പക്ഷെ അവൻ ജാരസന്തതിയാണ്, അവന് പിതാവ് ഇല്ല. പിതാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വ്യഭിചാരിയായ പുരുഷന്റെ സ്വത്തിൽ അവന് അവകാശമില്ല. പക്ഷെ അവന് ഉമ്മയുണ്ട്, ഉമ്മയുടെ സ്വത്തിൽ അവന് അവകാശമുണ്ട്. ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.